السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. സൂറത്തുൽ ബഖറ 40 മുതലാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ഇവിടം മുതൽ ഇസ്രായേൽ സമൂഹത്തിൻ്റെ ചരിത്രം പറഞ്ഞു തുടങ്ങുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ ഇസ്രായേൽ സമൂഹത്തെക്കുറിച്ചുള്ള ആമുഖം പറഞ്ഞിരുന്നു, വളരെ വിശദമായിട്ട് തന്നെ. അതുകൊണ്ട് ഇന്ന് നമ്മൾ നേരിട്ട് ആയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا بني إسرائيل اذكروا نعمتي التي أنعمت عليكم. 3 മദ്ദുകളുണ്ട്. യാ ബനി ഇസ്രാ നിഅമതി അല്ലതി. യാ നീട്ടേണ്ടതില്ല. യാന്ന് നീട്ടിയിട്ടൊരു ശീലമുണ്ട് നമുക്ക്. അപ്പോൾ കാരണം യാ അയ്യുഹ അങ്ങനെ വരുമ്പോൾ യാ നീട്ടണം. സാധാരണഗതിയിൽ യാ നീട്ടേണ്ടതില്ല. യാക്ക് ശേഷം വരുന്ന വാക്കിന് അക്ഷരത്തിനനുസരിച്ചാണ് നീട്ടേണ്ടത്. അപ്പോൾ ഇവിടെ യാക്ക് ശേഷം ബാ അൺ, അപ്പോൾ കൂടുതൽ നീട്ടേണ്ടതില്ല. യാ അയ്യുഹ എന്നാണെങ്കിൽ നീട്ടണം. അപ്പോൾ ആ ശീലത്തിൽ നമ്മൾ നീട്ടിപ്പോവും. അപ്പോൾ യാ എന്ന് കുറേ നീട്ടും. ഇവിടെ യാ എന്നത് യ എന്ന അക്ഷരവും പിന്നെ അതിന് ശേഷം ഒരു അലിഫും ഉണ്ട്. അപ്പോൾ 2 അക്ഷരത്തിൻ്റെ അത്രയേ നീട്ടേണ്ടുള്ളൂ. യാ ബനി ഇസ്രായീല ഉസ്കുറൂ നിഅമതി അല്ലതി അൻഅംതു അലൈക്കും. നിഅമതിയ ആ യാഇന് ഫത്ഹാണ്. അപ്പോൾ നമ്മുടെ ഖുർആനിൽ ഈ കഴുത്തുള്ള യാഇന് പുള്ളി ഉണ്ടാവില്ല അല്ലേ? കഴുത്തുള്ള യാഇന് പുള്ളി ഉണ്ടാവില്ല, കഴുത്തേ ഉണ്ടാവുള്ളൂ. അപ്പോൾ പിന്നെ പുള്ളി കാണാതിരിക്കുമ്പോൾ നമ്മളത് ഉച്ചരിക്കാതിരിക്കും. അതേസമയത്ത് യാഇൻ്റെ മുകളിൽ ഹർക്കത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് യാ എന്ന് തന്നെ അത് ഉച്ചരിക്കണം. നിഅമതില്ലതി എന്ന് ഓതരുത്, നിഅമതിയല്ലതി എന്നാണ് ഓതേണ്ടത്. യാ ബനി ഇസ്രായീല ഉസ്കുറൂ നിഅമതിയല്ലതി അൻഅംതു അലൈക്കും വഔഫൂ بعهدي أوف بعهدكم وإياي فارهبون. وأوفوا بعهدي أوف بعهدكم وإياي فارهبون. ഊഫി ബി എന്നാണ്. ഊഫി ബി എന്ന് പറയരുത്, ഊഫി ബി. അതേസമയം ഔഫൂബി അവിടെ നീട്ടണം. ഔഫൂബി നീട്ടണം. ഊഫി ബി. وأوفوا بعهدي أوف بعهدكم وإياي فارهبون. يا بني إسرائيل اذكروا نعمتي التي أنعمت عليكم وأوفوا بعهدي
وأوفوا بعهدي أوف بعهدكم وإياي فارهبون. ഇസ്രായേൽ സമൂഹത്തിൻ്റെ ചരിത്രത്തിലേക്ക് കടക്കാൻ. ഇസ്രായേൽ സമൂഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിന് മുമ്പ് ഇസ്ലാമിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ജനവിഭാഗമാണ്. ഒരു നീണ്ട കാലം ഇസ്ലാമിക നേതൃത്വം അവരുടെ കൈവശമായിരുന്നു. എന്നാൽ പിന്നീട് അവർ ഇസ്ലാമിന് വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിച്ചു. ഇങ്ങനെയുണ്ടല്ലോ, കാലം കുറേ ചെല്ലുമ്പോൾ നിലപാടുകൾക്ക് തേയ്മാനം സംഭവിച്ചു പോകും. അപ്പം അങ്ങനെ സംഭവിച്ചു. അങ്ങനെ ഇസ്ലാം അവർക്ക് കേവലം ഒരു പാരമ്പര്യ മതമായിട്ട് മാറി. കേവലം ഒരു ശീലവും ആചാരവും പാരമ്പര്യവുമായിട്ട് മാറി. അങ്ങനെ ഇസ്ലാം അവരുടെ കൈവശം ഉണ്ടായിരുന്ന ഇസ്ലാം അല്ലാത്ത മറ്റെന്തോ ആയി മാറിപ്പോയി. അങ്ങനെ അല്ലാഹു തആല അവരിൽ നിന്ന് ഇസ്ലാമിനെ തിരിച്ചു വാങ്ങി, ഇസ്ലാമിൻ്റെ നേതൃത്വം തിരിച്ചു വാങ്ങി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈവശം ഏൽപ്പിച്ചു കൊടുത്തു, അല്ലേ? അതാണ് സംഭവിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തോടുകൂടി സംഭവിച്ച അതാണ്. അപ്പം അത് അവർക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടില്ല. നീണ്ട കാലം അവരായിരുന്നു ഇസ്ലാമിക നേതൃത്വം. അപ്പോൾ അവരിൽ നിന്ന് പിടിച്ചു വാങ്ങിയത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും ഇസ്ലാമിനോടും മുസ്ലിങ്ങളോടും പകയും വിദ്വേഷവും അസൂയയും വെച്ചു പുലർത്തുന്ന അവസ്ഥയിലേക്ക് അവർ മാറി. അതേസമയം ഇവിടെ മുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്രായേൽ സമൂഹത്തെ യഥാർത്ഥ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയാണ്. യഥാർത്ഥ ഇസ്ലാമിലേക്ക് നിങ്ങൾക്ക് അബദ്ധം പറ്റിയത് കൊണ്ടാണ് നിങ്ങളിൽ നിന്ന് തിരിച്ചു വാങ്ങിയത്. ഇപ്പോൾ ഇതാ ഈ അന്ത്യപ്രവാചകൻ യഥാർത്ഥ ദീനുമായിട്ട് പുനരവതരിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ഇനി ചെയ്യേണ്ടത് ഇദ്ദേഹത്തിന് പിന്തുണ നൽകുക. നിങ്ങൾക്ക് സംഭവിച്ച വൈകല്യങ്ങളിൽ നിന്ന് നിങ്ങൾ സ്വയം മോചിതരാവുക, ഇദ്ദേഹത്തെ പിന്തുണക്കുക. ആ നിലക്ക് അവർക്കുള്ള നിർദ്ദേശങ്ങളാണ് ഇവിടെ നൽകുന്നത്. അതോടൊപ്പം നിലവിലുള്ള ഇസ്ലാമിൻ്റെ ആൾക്കാരായ മുസ്ലിം സമൂഹത്തിന് വേറെ കുറേ പാഠങ്ങൾ നൽകുന്നുണ്ട്. ഇവർക്ക് സംഭവിച്ച അബദ്ധങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കരുത്. ഇവരിൽ വല്ല നല്ല മാതൃകയുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കത് സ്വീകരിക്കാം. എന്നാൽ ഇവർക്ക് സംഭവിച്ച അബദ്ധം നിങ്ങൾക്ക് സംഭവിക്കരുത് എന്നും അല്ലാഹു തആല ഇതിലൂടെ ഉദ്ദേശിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് പിന്നെ എന്താ സംഭവിച്ചത്? ഇവർക്ക് സംഭവിച്ചത് തന്നെ നമുക്ക് സംഭവിച്ചു, അല്ലേ? എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള വൈകല്യങ്ങൾ, കക്ഷിത്വങ്ങൾ ഉണ്ടായി. അതുപോലെ ദീനിനെ പലതരത്തിൽ വ്യാഖ്യാനിച്ചിട്ട് ഭൗതിക താല്പര്യത്തിന് വേണ്ടി ദുരുപയോഗപ്പെടുത്തുന്ന അവസ്ഥയുണ്ടായി. പൗരോഹിത്യമുണ്ടായി. ഇസ്ലാമിൽ ഇല്ലാത്തതാണ് പൗരോഹിത്യം എന്ന് പറയുന്ന ഒരു പ്രത്യേക സ്ഥാപനവൽകൃതമായ ദീൻ ഇസ്ലാമിലില്ല. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായി. അപ്പം ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ അവരെ ചാണിനു ചാണായും മുഴത്തിന് മുഴമായും പിന്തുടരും. അവർ വല്ല മാളത്തിലേക്കും ഓടിക്കയറിയാൽ നിങ്ങളും അതിൻ്റെ പിന്നാലെ ഓടിക്കയറും. റസൂലെ, ജൂത ക്രൈസ്തവരെ കുറിച്ചാണോ ഈ പറയുന്നത്? അല്ലാതെ പിന്നെ ആരെ പറ്റിയ? ഇങ്ങനെയായിരുന്നു റസൂലുള്ളാഹിന്റെ മറുപടി. അപ്പോൾ ജൂത ക്രൈസ്തവ വിഭാഗങ്ങൾ എന്ത് ചെയ്താൽ നിങ്ങൾ അവരെ അനുകരിക്കും. അവരൊരു മാളത്തിൽ ഓടിക്കയറിയാൽ നിങ്ങളും പിന്നാലെ ഓടിക്കയറും എന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞത്. അതുതന്നെയാണ് പിന്നീട് നാം അനുഭവിക്കുന്നതും എന്നതാണ്. എന്തായാലും ഈ രണ്ട് മുഖമാണ് ഈ വചനങ്ങൾക്കുള്ളത്. ഒന്ന്, ഇസ്രായേൽ സമൂഹത്തെ യഥാർത്ഥ ഇസ്ലാമിലേക്ക് തിരിച്ചു വിളിക്കുക. പിന്നെ നിലവിലുള്ള ഇസ്ലാമിക സമൂഹത്തെ അവർക്ക് സംഭവിച്ച അബദ്ധങ്ങൾ, ഇസ്രായേലർക്ക് സംഭവിച്ച അബദ്ധങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്നതാണ്. യാ അർത്ഥം വിളിയാണ്, അല്ലേ? യാ നേരത്തെ നമ്മളെവിടെ പഠിച്ചത്? യാ അയ്യുഹന്നാസ്, അല്ലേ? യാ അയ്യുഹന്നാസ് 21 അവിടെ നമ്മൾ പഠിച്ചത്. യാ അയ്യുഹന്നാസ്, മനുഷ്യരെ എന്ന വിളിയാണ്. മനുഷ്യരെ എന്നാണ് ഖുർആൻ ആദ്യം വിളിച്ചത്. രണ്ടാമത്തെ വിളി ഏതാ? യാ ബനി ഇസ്രായേൽ എന്നാണ്. യാ എന്നാണ്. ബനി സന്തതികൾ, അല്ലേ? ഇബൻ സന്താനം. ഇതിൻ്റെ ജമ്മായിട്ടാണ് ബനി.
അല്ലെങ്കിൽ ബനു. ഇബൻ സന്താനം. ഇതിന് നേർക്കുനേരെ ഒറ്റ വാക്കിൽ അബ്ന എന്നാണ് ഇതിൻ്റെ ജമ്മ് പറയാം. അബ്ന, സന്തതികൾ എന്നതിന് ഒറ്റ വാക്ക് അബ്ന എന്നാണ്. അബ്ന, സന്തതികൾ. ബനി, ഇബ്ന് എന്നതിൻ്റെ ജമ്മ് അബ്ന. എന്നാൽ മറ്റൊന്നിനോട് ചേർത്ത് പറയുമ്പോൾ ബനി, ബനു എന്നൊക്കെയാണ് പറയാം. ബനി ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇസ്രായേൽ സന്തതികൾ അല്ലേ? ബനി ഇസ്രായേൽ, ഇസ്രായേൽ സന്തതികൾ. അപ്പം അങ്ങനെ ചേർത്ത് പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം ഈ ശൈലിയിലാണ്. ബനി ഇസ്രായേൽ. ഇപ്പോൾ ബനി, ബനു എന്നൊക്കെ പറഞ്ഞാൽ സന്തതികൾ എന്ന് തന്നെയാണ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് വംശം എന്നുകൂടിയാണ്. വംശം, ഇസ്രായേൽ വംശം, ഇസ്രായേൽ സന്തതികൾ എന്ന ആശയത്തിലാണ് ഉപയോഗിക്കുന്നത്. ഇസ്രായേലിൻ്റെ അർത്ഥം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. എന്താ ഇസ്രായേലിൻ്റെ അർത്ഥം? ദൈവത്തിൻ്റെ അടിമ. ഇസ്രാ അടിമ, ഈൽ ദൈവം അല്ലേ? അറബിയിൽ പറഞ്ഞാൽ അബ്ദുള്ള, അബ്ദുള്ള എന്നാണ്. ഇസ്രാ അടിമ, ഈൽ ദൈവം. അപ്പോൾ ഇസ്രായേൽ ദൈവത്തിൻ്റെ അടിമ. ഇതാരുടെ പേരാ? യാക്കൂബ് അലൈഹിസ്സലാമിൻ്റെ മറ്റൊരു പേരാണ്. ഇസ്രായേൽ എന്ന് യാക്കൂബ് നബിയെ ആരാ വിളിച്ചത്? ആരാ പേരിട്ടത്? അല്ലാഹു തആല അല്ലേ? അല്ലാഹു തആല യാക്കൂബ് അലൈഹിസ്സലാമിന് നൽകിയ പേരാണ് ഇസ്രായേൽ എന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ അടിമ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ വളരെ ഉദ്ദേശപൂർവ്വം വിളിച്ചൊരു പേരാണ് അല്ലേ? ഔചാരികമായിട്ട് ഇട്ടുപോയ പേരല്ല. നമ്മൾക്ക് മക്കൾക്ക് ഇടുന്ന പേര് പോലെയല്ല. നമുക്ക് നല്ല ഉദ്ദേശം ഉണ്ടാവും, പക്ഷെ അങ്ങനെ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. അതേസമയം ഇവിടെ ഈ മഹാനായ പ്രവാചകനെ അല്ലാഹു തആല വിളിക്കുകയാണ് ഇസ്രായേൽ ദൈവത്തിൻ്റെ അടിമ. അപ്പം അത് ആ പ്രവാചകന് അല്ലാഹു നൽകിയ അംഗീകാരം കൂടിയാണ്. യാ ബനി ഇസ്രായേൽ, ഇസ്രായേൽ സന്തതികളെ, ഇസ്രായേൽ സന്തതികളെ, യാക്കോബിൻ്റെ സന്തതികളെ അല്ലേ? യാക്കോബിൻ്റെ സന്തതികളെ എന്നാണ്. എന്തിനാണ് ഇസ്രായേൽ സന്തതികളെ എന്ന് വിളിക്കുന്നത്? ഇസ്രായേലിൻ്റെ മക്കളായതുകൊണ്ട് അല്ലേ? ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ യാക്കൂബ് നബിയാണ്. യാക്കൂബ് നബി ആരുടെ പുത്രനാണ്? ഇസ്ഹാക്കിൻ്റെ പുത്രനാണ്. ആരുടെ പൗത്രനാണ്? ഇബ്രാഹിം നബിയുടെ. ഇബ്രാഹിമിൻ്റെ പുത്രൻ ഇസ്ഹാക്കിൻ്റെ പുത്രൻ യാക്കൂബ് അല്ലേ? അതാണ്. അപ്പോൾ യാ ബനി ഇസ്രായേൽ എന്ന് വിളിക്കുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? ആ നല്ല വാപ്പാൻ്റെ മക്കളെ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയല്ല ഒരു വിളി? ആ നല്ല വാപ്പാടെ മക്കളെ, നിങ്ങൾ അങ്ങനെ ആകാൻ പാടില്ലായിരുന്നു എന്ന ഒരു ഉദ്ദേശം കൂടി അതിൻ്റെ പിന്നിലുണ്ട്. ഇവരിപ്പോൾ വ്യതിചലിച്ച് മറ്റെന്തോ ആയി മാറിപ്പോയി. പക്ഷെ അല്ലാഹു തആല വ്യതിചലിച്ചു പോയവരെ, പിന്നെ വഴിതെറ്റിപ്പോയവരെ, ഇപ്പോൾ ഷിർക്കിൽ അകപ്പെട്ടു പോയവരെ ഇങ്ങനെയൊന്നും വിളിക്കുന്നില്ല. വളരെ മനഃശാസ്ത്രപരമായൊരു സമീപനാണത്. നമ്മുടെ മക്കൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ നമ്മളങ്ങനെ വിളിക്കുമോ? കുട്ടി മോഷണം നടത്തിയാൽ കള്ളാന്ന് വിളിക്കുമോ? കുട്ടിയെ എന്താ വിളിക്കുക? മോനേന്ന് തന്നെയാണ് പിന്നെയും വിളിക്കുക അല്ലേ? എന്താ? കള്ളനെന്ന് വിളിച്ചാൽ പിന്നെ അവൻ കക്കും. അപ്പോൾ മോനേന്ന് വിളിച്ചിട്ട് അവനെ വീണ്ടും അടുപ്പിച്ച് ആ തെറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തണമല്ലോ. അപ്പോൾ അതേ ശൈലിയാണ് ഇവിടെ അള്ളാഹു സ്വീകരിക്കുന്നത്. നീണ്ട കാലം ഇവർ പ്രവാചകന്മാരെ ധിക്കരിച്ചുകൊണ്ടും ചില പ്രവാചകന്മാരെ വധിച്ചും ദീനിൽ പലതും കൂട്ടിക്കലർത്തിയും അങ്ങനെ അങ്ങേയറ്റം ദുഷിച്ചു പോയിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും പഠിച്ചോൻ വിളിക്കണം, നല്ല വാപ്പാൻ്റെ മക്കളെ, നിങ്ങളിങ്ങനെ ആകരുത്. യാ ബനി ഇസ്രായേൽ, ഇസ്രായേൽ സന്തതികളെ എന്ന് വിളിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. യാ ബനി ഇസ്രായേൽ, ഇസ്രായേൽ സന്തതികളെ. ഈ വിളി ഖുർആനിൽ പലയിടങ്ങളിലും ഉണ്ട്. ഇനി അവരോട് കുറേ കൽപ്പനകൾ നൽകാൻ പോവാണ്. ഉദ്കുറൂ നിഅമതി അല്ലതി അൻഅംതു അലൈക്കും. ദക്കറ സ്മരിച്ചു അല്ലേ? ഓർമ്മിച്ചു, സ്മരിച്ചു എന്നാണ്. ഇതൊക്കെ നമുക്ക് അറിയുന്നതല്ലേ? അറിയാം. ദക്കറ യദ്കുറു. ഓർമ്മിച്ചു,
സ്മരിച്ചു, ദക്കറ സ്മരിച്ചു, യദ്കുറു സ്മരിക്കുന്നു, ദക്കറ യദ്കുറു. നമുക്ക് പഠിക്കാനുള്ളത് ഉദ്കുർ എന്നാണ്. ഉദ്കുർ, ഉദ്കുർ എന്ന വാക്ക് അമ്രാകുന്നു, അമ്രാണ്. ഇനി നമ്മൾ ഇത്ര എഴുതുള്ളൂ, അമ്രിൻ്റെ അർത്ഥം എഴുതൂല. എഴുതണോ? എന്താ അമ്രിൻ്റെ അർത്ഥം? കൽപ്പനയാണ്. ഉദ്കുർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നീ സ്മരിക്കുക, അല്ലേ? നീ സ്മരിക്കുക എന്നാണ്. അപ്പോൾ അത് നിന്നോടുള്ള കൽപ്പനയാണ്. നേർക്ക് നേരെ ഒരാളെ മുമ്പിൽ നിർത്തിയിട്ട് അയാളോട് കൽപ്പിക്കുന്ന രീതിയാണ്. അപ്പോൾ ദക്കറ സ്മരിച്ചു, യദ്കുറു സ്മരിക്കുന്നു. ഇത് രണ്ടും നമുക്കറിയാമെങ്കിൽ ഉദ്കുർ അമ്രാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാവും. പിന്നെ എഴുതണമെന്നില്ല. നമുക്ക് മെല്ലെ മെല്ലെ എഴുത്ത് കുറച്ച് കൊണ്ടുവരണം. എഴുത്ത് കുറച്ച് കൊണ്ടുവരണം. എന്നിട്ട് മനസ്സിലെഴുതണം. നോട്ട് ബുക്കിൽ എഴുതുന്നതിന് പകരം മെല്ലെ മെല്ലെ മനസ്സിലെഴുതി തുടങ്ങേണ്ടതുണ്ട്. ഈ ഭാഗത്ത് ഈ പേജിൽ കുറേ അമ്രു വരും. ഒരുപാട് കൽപ്പനകൾ അവർക്ക് അള്ളാഹു കൊടുക്കാൻ പോവാണ്. അപ്പോൾ അതുകൊണ്ട് ആ അമ്രുകളൊക്കെ നമ്മൾ ഇങ്ങനെ എഴുതാം. പോരെ? ഉദ്കുർ. അപ്പോൾ നീ സ്മരിക്കുക എന്നായിരിക്കും അതിൻ്റെ അർത്ഥം. പക്ഷെ നിങ്ങൾ സ്മരിക്കണം, നിങ്ങൾ മറക്കരുത്. മറന്നുപോ? ഓ, പിന്നെ നോട്ട്ബുക്ക് പിന്നെ ആവശ്യം വരില്ല. നമ്മുടെ ഹൃദയം നോട്ട്ബുക്കായി കഴിഞ്ഞാൽ. അപ്പോൾ ഉദ്കുറു, നിങ്ങൾ സ്മരിക്കുവിൻ. ഉദ്കുർ നീയാണ്, ഇത് ഏകവചനമാണ്. നീ, വാവും അലിഫും വരുമ്പോൾ നിങ്ങൾ, അല്ലേ? ഉദ്കുറു, നിങ്ങൾ സ്മരിക്കുവിൻ. യാ ബനി ഇസ്രാഈല ഉദ്കുറു, ചേർത്ത് വായിക്കുമ്പോൾ ഇസ്രാഈല ഉദ്കുറു, ചേരുമ്പോൾ ഇസ്രാഈല ഉദ്കുറു, അല്ലേ? ഇസ്രാഈല ഉദ്കുറു എന്നാണ് വായിക്കുന്നത്. യാ ബനി ഇസ്രാഈല ഉദ്കുറു, യാ ബനി ഇസ്രാഈല ഉദ്കുറു, നിങ്ങൾ സ്മരിക്കുവിൻ. എന്താ സ്മരിക്കേണ്ടത്? നിഅമ, നിഅമ, നിഅമ അനുഗ്രഹം, നിഅമ അനുഗ്രഹം. ഇതിൻ്റെ ജമ്മ നിഅം എന്നാണ്. നിഅമ എന്ന് പറഞ്ഞാൽ നമുക്ക് മതിയാവില്ല. നിഅമത്ത് എന്ന് തന്നെ പറയണം. എന്തോ ഒരു ഉപ്പില്ലാത്ത പോലെ നിഅമ എന്നൊക്കെ പറയുമ്പോൾ, അല്ലേ? പക്ഷേ ആ താ ഉച്ചരിക്കേണ്ടതില്ല, നിഅമ എന്ന് പറഞ്ഞാൽ മതി. ഇപ്പം നിഅമ അനുഗ്രഹം, ജമ്മ നിഅം, ചെറിയ വ്യത്യാസമുള്ളൂ ഹർക്കത്ത്, ഓർമ്മിച്ച് നോക്കുക. നിഅമ ജമ്മ നിഅം. ഉദ്കുറു നിഅമത്ത്, നിഅമതി എൻ്റെ അനുഗ്രഹം. നിഅമ ഇങ്ങനെയാണ് എഴുതുക. അതിൻ്റെ കൂടെ യാ വന്നപ്പോൾ എഴുത്തിൽ മാറ്റം വന്നു. താ മാറി, അല്ലേ? ഇങ്ങനെയായിട്ട് മാറിയിട്ടുണ്ട്. നിഅമ എന്ന് മാത്രം എഴുതുമ്പോൾ ഇങ്ങനെയാണ് എഴുതുക. ശേഷം ഒരു യാ വന്നപ്പോൾ ഈ താ മാറിയിട്ട് ബാത്തയായി. നിഅമതി, നിഅമതി എൻ്റെ അനുഗ്രഹം, അല്ലേ? നിഅമതി എൻ്റെ അനുഗ്രഹം. ആരുടെ അനുഗ്രഹം? അള്ളാഹുവിൻ്റെ. ആരാ ഇവിടെ വിളിക്കുന്നത്? അള്ളാഹുവാണ് വിളിക്കുന്നത് ഇസ്രായേൽ സമൂഹത്തെ. യാ ബനി ഇസ്രായേൽ, ഇസ്രായേൽ സന്തതികളെ, ഉദ്കുറു നിങ്ങൾ സ്മരിക്കുവിൻ, നിഅമതി എൻ്റെ അനുഗ്രഹത്തെ നിങ്ങൾ സ്മരിക്കുവിൻ. അല്ലത്തി അത്, ആ അനുഗ്രഹം ഉണ്ടല്ലോ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അല്ലത്തി എന്ന വാക്ക് വന്നിരിക്കുന്നത്. അല്ലത്തി നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടോ? അമ്മ ജുസുവിൽ പഠിച്ചിട്ടുണ്ട്, അല്ലേ? സൂറത്തുൽ ഹുമസ, സൂറത്തുൽ ഹുമസ. വമാ അദ്റാക മൽ ഹുത്തമ നാറുല്ലാഹിൽ മൂഖദ അല്ലത്തി, അല്ലത്തി അല്ല അല്ലത്തിയാണ്, അല്ലേ? അല്ലത്തി, അല്ലത്തി എന്ന് പറഞ്ഞാൽ എന്താ? അല്ലദീ എന്നതിൻ്റെ സ്ത്രീലിംഗ രൂപമാണ്. അല്ലദീ ആരോ അവൻ എന്നാണെങ്കിൽ അല്ലത്തി ആരോ അവൾ എന്നായിരിക്കും, അല്ലേ? സ്ത്രീലിംഗ പദമാണ്. ഇവിടെ ആരാ പെണ്ണ് കയറിക്കൂടിയത്? ഇയാളാണ്. ഉണ്ടോ? ഈ ചിഹ്നം സ്ത്രീലിംഗത്തെ സൂചിപ്പിക്കുന്നു. നിഅമത്ത് പെണ്ണാണ്.
അതുകൊണ്ടാണ് അല്ലത്തി എന്ന് പറഞ്ഞത്. ഉദ്കുറു നിഅമതി, എൻ്റെ അനുഗ്രഹത്തെ നിങ്ങൾ സ്മരിക്കുവിൻ. അല്ലത്തി, അത്, ആ അനുഗ്രഹമുണ്ടല്ലോ. അൻഅംതു, അൻഅമ, അനുഗ്രഹിച്ചു. എവിടെ പഠിച്ചത്? സൂറത്തുൽ ഫാത്തിഹ അല്ലേ? സിറാത്തൽ ലദീന അൻഅംത, അൻഅംത, അൻഅംതു, തു, ഞാൻ, അൻഅംതു, ഞാൻ അനുഗ്രഹിച്ചു. അൻഅംത, നീ അനുഗ്രഹിച്ചു അല്ലേ? അൻഅംത എന്ന് പറയുമ്പോൾ നീയാണ്. അവിടെ ഫാത്തിഹയിൽ നമ്മൾ അള്ളാഹുവോട് അങ്ങോട്ട് പറയാണല്ലോ അല്ലേ? സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ മാർഗം. ഇവിടെ അള്ളാഹു സ്വയം പറയാണ് അൻഅംതു, ഞാൻ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു ഇങ്ങോട്ട് പറയാണ്. അൻഅംതു, ഞാൻ അനുഗ്രഹിച്ചിരിക്കുന്നു. അപ്പോൾ ഉദ്കുറു നിഅമതി അല്ലതി അൻഅംതു, ഞാൻ അനുഗ്രഹിച്ചതായ, ഞാൻ അനുഗ്രഹിച്ച് നൽകിയതായ അനുഗ്രഹത്തെ നിങ്ങൾ സ്മരിക്കുവിൻ. ആർക്കാ നൽകിയത്? അലൈക്കും, നിങ്ങൾക്കുമേൽ, നിങ്ങൾക്കുമേൽ. നിങ്ങൾക്കുമേൽ അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞാലോ, നിങ്ങൾക്കുമേൽ അനുഗ്രഹം ചൊരിഞ്ഞു, അങ്ങനെയാണല്ലോ പറയാം. മുകളിൽ നിന്നാണ് അനുഗ്രഹ വർഷം എന്നാണ് നാം വിശ്വസിക്കുന്നത്. അപ്പോൾ നിഅമതി അല്ലതി അൻഅംതു അലൈക്കും എന്നായി. ഞാൻ ഒരുപാട് പ്രാവശ്യം പറയുന്നുണ്ട് ആയത്തും അർത്ഥവും. അല്ലതി നിഅമതി അല്ലതി അൻഅംതു അലൈക്കും, ഞാൻ നിങ്ങൾക്ക് വർഷിച്ചു തന്ന എൻ്റെ അനുഗ്രഹത്തെ നിങ്ങൾ സ്മരിക്കുവിൻ. ഇതാണ് ഇസ്രായേലരോടുള്ള ഒന്നാമത്തെ കൽപ്പന, അനുഗ്രഹം സ്മരിക്കുക. അനുഗ്രഹത്തെ സ്മരിച്ചാൽ എന്താ കിട്ടുക? അനുഗ്രഹത്തെ സ്മരിക്കുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? നന്ദി കാണിക്കുക എന്നാണ് അല്ലേ? ഓർമ്മകൾ ഉണ്ടായിരിക്കണം, നന്ദി കാണിക്കുക എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഒരാൾ നൽകിയ അനുഗ്രഹത്തെ ഓർക്കുക എന്നത് നന്ദി ബോധത്തിൻ്റെ ഭാഗമാകുന്നു. അതെപ്പോഴും ഉണ്ടായിരിക്കണം. നമ്മൾ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഉണ്ടായവരാണ് അല്ലേ? ഒന്നുമില്ലായ്മയിൽ നിന്ന് നമ്മൾക്ക് തുടങ്ങിയത്. നമ്മുടെയൊക്കെ വ്യക്തിപരമായിട്ട് ഭൂതകാലം ആലോചിക്കുമ്പോൾ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് തുടങ്ങിയതാണ്. ഇപ്പോൾ എവിടെയൊക്കെയോ എത്തി നിൽക്കുന്നു. എന്തൊക്കെയോ കിട്ടിയിട്ടുണ്ട്, ഒന്നും കിട്ടിയിട്ടില്ല എന്തായാലും പറയാൻ പറ്റില്ല. അപ്പോൾ ആ കിട്ടിയതൊക്കെയും ദൈവികമാണ്, അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹമാണ് എന്ന് പറയുമ്പോൾ അള്ളാഹുവോട് നന്ദി കാണിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ലഭിച്ച അനുഗ്രഹങ്ങൾ അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് ഉപയോഗപ്പെടുത്തണം എന്നാണ് എൻ്റെ ഉദ്ദേശം അല്ലേ? നിഅമതി അല്ലതി അൻഅംതു അലൈക്കും. ഇവർക്ക് ഇതിന് മാത്രം കിട്ടിയിട്ടുണ്ടോ? ഇസ്രായേലർക്ക് ഉണ്ടോ? ഒരുപാട് കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞില്ലേ, സൂറത്തുൽ മാഇദ 20. വഇദ് ഖാല മൂസ ലിഖൗമിഹി, മൂസ അലൈഹിസ്സലാം ജനതയോട് പറഞ്ഞു, യാ ഖൗം, സമൂഹമേ, ഉദ്കുറു, നിങ്ങൾ ഓർക്കുവിൻ, നിഅമത്തല്ലാഹി അലൈക്കും, അള്ളാഹു നിങ്ങൾക്കുമേൽ ചൊരിഞ്ഞ അനുഗ്രഹത്തെ സ്മരിക്കുവിൻ. ഇദ് ജഅല ഫീക്കും അംബിയ, അവൻ നിങ്ങളിൽ പ്രവാചകന്മാരെ നിശ്ചയിച്ചു. വജഅലക്കും മുലൂക, നിങ്ങളെ അവൻ രാജാക്കന്മാരാക്കി. വആതാക്കും, അവൻ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്, മാ ലം യുഅ്തി അഹദൻ മിനൽ ആലമീൻ, ലോകത്ത് മറ്റൊരാൾക്കും നൽകാത്ത ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് അവൻ നൽകിയിട്ടുണ്ട്. സൂറത്തുൽ മാഇദ 20 ഉണ്ടല്ലേ? മാ ലം യുഅ്തി അഹദൻ മിനൽ ആലമീൻ, ലോകത്ത് മറ്റാർക്കും കൊടുക്കാത്ത ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ചവരാണ് ഇസ്രായേൽ സമൂഹം എന്ന് പറയുന്നത്. ഇപ്പോഴും അവരിൽ അതിൻ്റെ ബാക്കി കിടപ്പുണ്ട് അല്ലേ? വളരെ ന്യൂനപക്ഷമാണ് ഇസ്രായേൽ സമൂഹം. പക്ഷേ അവരാണ് ഇപ്പോഴും ലോകം ഭരിക്കുന്നത് എന്ന് പറയാം. കുതന്ത്രം കൊണ്ടാണെന്ന് നിങ്ങൾ പറയും. അവരുടെ കുതന്ത്രവും ചതിയും വഞ്ചനയൊക്കെ കാരണമാണ്. എന്തായാലും ലോകത്തിൻ്റെ തലപ്പത്ത് അവർ തന്നെയാണ് എന്നാണ് നമ്മുടെ അനുഭവം. അപ്പോൾ ആ നിലക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് കൊടുത്തിരിക്കുന്നു. ലോകം കണ്ട പ്രഗത്ഭരായ ശാസ്ത്രജ്ഞരിൽ പലരും ഇസ്രായേൽ സമൂഹത്തിൽപ്പെട്ടവരാണ്. അവർ അംഗസംഖ്യയിൽ വളരെ ന്യൂനപക്ഷമാണ്, എന്നാൽ ലോകത്തിന് ദിശ നിർണ്ണയിക്കുന്നതിൽ വളരെ മുമ്പിലാണ് എന്നർത്ഥം. അപ്പോൾ ഉദ്കുറു നിഅമതി അല്ലതി അൻഅംതു അലൈക്കും എന്ന് പറഞ്ഞു. ഇനി അടുത്തത് വഔഫു ബിഅഹ്ദി ഊഫി ബിഅഹ്ദിക്കും. ഔഫ,
ഒരു യാ ഉണ്ട് അവസാനം. ഔഫ. ഔഫ പൂർത്തീകരിച്ചു. ഔഫ പൂർത്തീകരിച്ചു. മുളാരി യൂഫി അല്ലേ? ഔഫ യൂഫി. ഇതൊക്കെ കാണാതെ പഠിച്ചു വെക്കാം. ഒരു മോഡൽ കാണാതെ പഠിച്ചാൽ ആ മോഡൽ വരുന്ന വാക്കുകളൊന്നും പിന്നെ നമുക്ക് എഴുതേണ്ടതില്ല. അതാണ് എൻ്റെ സൗകര്യം. ഒരു മോഡൽ, ഇതിപ്പോൾ ഒരു മോഡലാണ്. ഔഫ അവസാനം യാ ഉള്ള മോഡലാണ്. യൂഫി ഇങ്ങനെ തന്നെ മറ്റ് ഇതേ മോഡലുള്ള വാക്കിൻ്റെ മുളാരി വരുള്ളൂ. ഔസ യൂസി അങ്ങനെയാണ്. ഔസ യൂസി ഔഫ യൂഫി അങ്ങനെയാണ് വരിക. അപ്പോൾ പൂർത്തീകരിച്ചു. കൽപ്പനയാണല്ലോ, അപ്പോൾ എല്ലാത്തിലും അമ്രുണ്ടാവും. ഔഫി ഔഫി അമ്രൻ. ഔഫി ഇതിൻ്റെ ബഹുവചനം വാവും അലിഫും അല്ലേ? വാവും അലിഫും ഓർക്കുക. ഔഫി അമ്ര എന്തായിരിക്കും അർത്ഥം? നീ പൂർത്തീകരിക്കുക. ഔഫി നീ പൂർത്തീകരിക്കുക. അതിൻ്റെ ബഹുവചനാണ് ഔഫു നിങ്ങൾ പൂർത്തീകരിക്കുവിൻ. ഔഫു നിങ്ങൾ പൂർത്തീകരിക്കുവിൻ. ഇപ്പോൾ രണ്ടാമത്തെ കൽപ്പനയാണ്. ഔഫു നിങ്ങൾ പൂർത്തീകരിക്കുവിൻ. എന്തിനെ പൂർത്തീകരിക്കണം? ബി അഹ്ദി. അഹ്ദ് കരാറ്. അഹ്ദി എന്നോടുള്ള കരാറ് അല്ലേ? എൻ്റെ കരാറ് അല്ലെങ്കിൽ എന്നോടുള്ള കരാറ്. അഹ്ദ് എവിടെ നമ്മൾ പഠിച്ചത്? അൽ ബഖറയിൽ അങ്ങനെ ഒരു വാക്ക് നമ്മൾ പഠിച്ചോ? എവിടെ? അഹ്ദ് എന്ന വാക്ക് അൽ ബഖറയിൽ എവിടെ പഠിച്ചു? എത്ര? 27 അല്ലേ? അപ്പം അങ്ങനെ ഒന്ന് ഓർമ്മിക്കാൻ ശ്രമിക്കണം. ഒരു വാക്ക് പഠിച്ചാൽ അപ്പോൾ അത് പിന്നെ ഇന്ന പേജിൽ ഇന്ന സ്ഥലത്താണ് പഠിച്ചത്. ആയത്ത് നമ്പർ ഒരുപക്ഷെ നമുക്ക് ഓർക്കാൻ കഴിയില്ല, പക്ഷേ പിന്നെ പേജ് ഓർക്കാൻ പറ്റും. പേജിൻ്റെ സ്ഥാനം ഉണ്ടല്ലോ, ഇന്ന വാക്ക് ഇന്ന സ്ഥലത്തായിരുന്നു എന്ന് ഓർക്കാൻ കഴിയും, ഖുർആനായിട്ട് നിരന്തര ബന്ധമുണ്ടെങ്കിൽ. അപ്പോൾ ഔഫു ബി അഹ്ദി, അഹ്ദ് കരാർ, അതവിടെ പഠിച്ചാണ് കരാർ. ഔഫു നിങ്ങൾ പാലിക്കുവിൻ, പൂർത്തീകരിക്കുവിൻ. ബി അഹ്ദി എന്നോടുള്ള കരാർ നിങ്ങൾ പൂർത്തീകരിക്കുവിൻ. അള്ളാഹു പറയാണ് എന്നോടുള്ള കരാർ നിങ്ങൾ പൂർത്തീകരിക്കുവിൻ. അള്ളാഹുവോടുള്ള കരാർ എന്താ? അള്ളാഹുവിന് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുക അല്ലേ? അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാനാണല്ലോ മനുഷ്യനെ അള്ളാഹു പഠിച്ചത്. അപ്പോൾ അതാണ് ഒറ്റ വാക്കിൽ. അപ്പോൾ അള്ളാഹുവെ അനുസരിക്കുക, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അംഗീകരിക്കുക എന്നതാണ് ഔഫു ബി അഹ്ദി, അള്ളാഹുവോടുള്ള കരാർ പൂർത്തീകരിക്കാം. അങ്ങനെ പൂർത്തീകരിച്ചാലോ അള്ളാഹു പറയാണ് ഊഫി ഞാൻ പൂർത്തീകരിക്കും. ഇവിടെ യാ ഉണ്ടല്ലോ, ഈ യാഇനെ മാറ്റിയിട്ട് ഹംസ് ചേർത്തു. അപ്പോൾ ഊഫി എന്ന് പറയുമ്പോൾ ഞാൻ പൂർത്തീകരിക്കും എന്നാണ്. ഊഫി ഞാൻ പൂർത്തീകരിക്കും. ഇത് ഇത്രയും സംഭവിച്ചല്ലോ. ഔഫയുടെ മുളാരി യൂഫി. യൂഫി എന്ന് പറയുമ്പോൾ അവൻ പൂർത്തീകരിക്കുന്നതാണ്. അപ്പോൾ യാഇനെ മാറ്റിയിട്ട് ഹംസ് കൊടുത്തപ്പോൾ ഞാനായി അല്ലേ? ഞാനാവൂലേ? അങ്ങനെ ആയതാണ് ഞാൻ. അള്ളാഹു പറയാണ് ഊഫി ഞാൻ പൂർത്തീകരിക്കാം, ഞാൻ പൂർത്തീകരിക്കും. എന്ത്? ബി അഹ്ദിക്കും നിങ്ങളോടുള്ള കരാർ. അഹ്ദിക്കും നിങ്ങളോടുള്ള കരാർ. അഹ്ദി എന്നോടുള്ള കരാർ അല്ലേ? അഹ്ദി എന്നോടുള്ള കരാർ, അഹ്ദിക്കും നിങ്ങളോടുള്ള കരാർ. ഇങ്ങനെ വാക്കുകളുടെ വ്യത്യാസം ഓർമ്മിച്ച് നോക്കുക. ഇത് വളരെ പിന്നെ ലളിതമായിട്ടുള്ള ഘടനയാണ് ഈ വാചകങ്ങൾ. പ്രത്യേകിച്ച് അൽ ബഖറ സൂറ ഒരു പത്രഭാഷ പോലെ വളരെ ലളിതമായ ശൈലിയാണ്, വളരെ പെട്ടെന്ന് പഠിക്കാൻ പറ്റും. അപ്പോൾ അതിലിങ്ങനെ ഈ കൂട്ടിയോജിപ്പിക്കുന്ന ചില സാധനങ്ങൾ മാത്രം ഓർമ്മിച്ച് വെച്ചാൽ മതി. അപ്പോൾ ഔഫു ബി അഹ്ദി എന്നോടുള്ള കരാർ നിങ്ങൾ പൂർത്തീകരിക്കും.
ഊഫി ഞാൻ പൂർത്തീകരിക്കും, ബി അഹ്ദിക്കും നിങ്ങളോടുള്ള കരാർ ഞാനും പൂർത്തീകരിക്കാം. ഇതാണ് കണ്ടീഷൻ അല്ലേ? അള്ളാഹുവോടുള്ള കരാർ നമ്മൾ പൂർത്തീകരിച്ചാലേ അള്ളാഹു നമ്മോടുള്ള കരാർ പൂർത്തീകരിക്കുള്ളൂ. എന്താ അത്? അള്ളാഹുവോടുള്ള നമ്മുടെ കരാർ അവന് വഴിപ്പെടലാണ്. അള്ളാഹു നമുക്ക് നൽകിയ കരാർ സ്വർഗമാണ് അല്ലേ? സ്വർഗം നൽകാം എന്ന കരാറുണ്ട്. പിന്നെയോ വേറെ ഒരുപാട് കണ്ടീഷൻ പറയുന്നുണ്ട്. നിങ്ങൾ അള്ളാഹുവെ സഹായിച്ചാൽ അള്ളാഹു നിങ്ങളെ സഹായിക്കും അല്ലേ? ഇൻ തൻസുറുല്ലാഹ് യൻസുറുക്കും. നിങ്ങൾ അള്ളാഹുവെ സഹായിച്ചാൽ അള്ളാഹു നിങ്ങളെ സഹായിക്കും. അങ്ങനെയാണ്, കണ്ടീഷനിലാണ് കാര്യങ്ങൾ. അങ്ങനെ തന്നെ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോൾ ഇസ്ലാം പ്രവാചക കാലത്ത് എങ്ങനെ വിജയം നേടിയെന്ന് ചോദിച്ചാൽ അവർ ആ നിലക്കങ്ങ് ഇറങ്ങി, ദീനിൻ്റെ വഴിയിൽ ഇറങ്ങി തിരിച്ചപ്പോൾ അള്ളാഹു തആല വിജയം നൽകി. അങ്ങനെ തന്നെ സംഭവിക്കുള്ളൂ. അതാണ് പ്രകൃതി നിയമം. അധ്വാനിക്കാതെ കാര്യം നടക്കില്ല അല്ലേ? ഇന്നത്തെ കാലത്ത് നമ്മൾ ഇസ്ലാമിൻ്റെ പ്രതിയോഗികളെ ഭയപ്പെടുകയാണ്. മോഡിഫൈ ചെയ്യും ഇന്ത്യയെ എന്നാണല്ലോ പറയുന്നത്. ഇപ്പോൾ നമുക്ക് പേടിയായി അല്ലേ? നമ്മൾ മോഡിയെ പേടിക്കുകയാണ്. എന്താ ചെയ്യേണ്ടത്? നമ്മുടേതായൊരു ദൗത്യമുണ്ട്. ലോകത്തിന് മുമ്പിൽ സത്യം ബോധ്യപ്പെടുത്തുക, ഇസ്ലാമിനെ പ്രചരിപ്പിക്കുക എന്നൊക്കെയുള്ളൊരു ഡ്യൂട്ടി നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ജനങ്ങളുടെ മനസ്സിൽ ഏതാണ് സത്യം എന്ന് ബോധ്യപ്പെടുത്താനുള്ള സമാധാനപരമായ പ്രബോധന പ്രവർത്തനങ്ങളിൽ നമ്മൾ ഏർപ്പെടണം. നമ്മൾ വെറും കാഴ്ചക്കാരായിട്ട് മാറി നിൽക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ എന്താവും? ഏകാധിപതികളും അക്രമികളും ലോകം വാഴുന്ന അവസ്ഥ ഉണ്ടാവും. അതാണ് എന്നും ഉണ്ടായിട്ടുള്ളത് അല്ലേ? അപ്പോൾ അവിടെ സത്യത്തിൻ്റെ വക്താക്കൾ ഉറങ്ങിക്കിടന്നാൽ തീർച്ചയായിട്ടും അസത്യം എഴുന്നേറ്റ് നിൽക്കും എന്നത് സ്വാഭാവികമാണ്. അപ്പോൾ അതാണ് ഈ കരാർ. നിങ്ങൾ അള്ളാഹുവെ സഹായിക്കൂ, അള്ളാഹു നിങ്ങളെ സഹായിക്കും. നിങ്ങൾ അള്ളാഹുവോടുള്ള കരാർ പൂർത്തീകരിക്കും, അവൻ നിങ്ങളോടുള്ള കരാർ പൂർത്തീകരിക്കും. ഇങ്ങനെയാണ്. അപ്പോൾ അതാണ് പറയുന്നത്. അപ്പോൾ കേവലമായ പ്രാർത്ഥന കൊണ്ടല്ല, കർമ്മം കൂടി തീർച്ചയായിട്ടും അതിൻ്റെ കൂടെ ഉണ്ടായിരിക്കണം എന്നത് വളരെ പ്രധാനമാണ്. വഔഫു ബിഅഹ്ദി ഊഫി ബിഅഹ്ദിക്കും വഇയ്യായ ഫർഹബൂൻ. മൂന്നാമത്തെ കൽപ്പന ഇയ്യ. എന്തായിരുന്നു ഇയ്യ? മാത്രം. ഇതെവിടെ പഠിച്ചത്? സൂറത്തുൽ ഫാത്തിഹ. ഇയ്യാക്ക. ഇയ്യാക്ക എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നീ മാത്രം, അല്ലെങ്കിൽ നിന്നെ മാത്രം അല്ലേ? ഇവിടെ ഇയ്യായുടെ കൂടെ യാ ആണുള്ളത്. അപ്പം എന്തായിരിക്കും? എന്നെ മാത്രം, എന്നെ മാത്രം. ഇങ്ങനെ അവസാനത്തിൽ വരുന്ന യാ ഒക്കെ ഞാനായിരിക്കും. അഹ്ദി എന്നോടുള്ള കരാർ അല്ലേ? കിതാബി എൻ്റെ പുസ്തകം. അതുപോലെ ഇയായ എന്നെ മാത്രം എന്നാണ്. ഇയായ എന്നെ മാത്രം. ഇയായ എന്നെ മാത്രം. വഇയ്യായ എന്നെ മാത്രം. ഇയായ എന്നെ മാത്രം. ഫർഹബൂൻ റഹിബ. റഹിബ യർഹബു. റഹിബ യർഹബു. റഹിബ എന്ന് പറഞ്ഞാൽ ഭയന്നു എന്നാണ് അർത്ഥം. ഭയപ്പെട്ടു. റഹിബ ഭയപ്പെട്ടു. മുളാരി യർഹബു. യർഹബു ഭയപ്പെടുന്നു. റഹിബ യർഹബു ഭയന്നു എന്നാണ്. ഇർഹബ് എന്തായിരിക്കും? അമ്ര. ഇർഹബ് അമ്രൻ. അടുത്ത അമ്ര. ഇർഹബ്. ഇർഹബ് അർത്ഥം നീ ഭയപ്പെടുക അല്ലേ? നീ ഭയപ്പെടുക കൽപ്പനയാണ്. അമ്ര കൽപ്പന. ഇർഹബ് നീ ഭയപ്പെടുക. ഇർഹബു നിങ്ങൾ ഭയപ്പെടുക. ഇർഹബു നിങ്ങൾ ഭയപ്പെടുവിൻ. വഇയ്യായ എന്നെ മാത്രം.
ഫ അതിനാൽ ഇർഹബു നിങ്ങൾ ഭയപ്പെടുവിൻ. ഇർഹബു കഴിഞ്ഞിട്ടൊരു നൂനുണ്ട് അല്ലേ? ഈ നീ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? എന്നെ എന്ന് തന്നെയാണ്, നീ എന്നാണ്. നീ ഇങ്ങനെ നമ്മൾ നീ പറയാറില്ലേ? ഇടയിലെ ഇരുത്തത്തിൽ എന്താ ചൊല്ലല്? എന്താ? റബ്ബിഗ്ഫിർലി വർഹം നീ എന്താ? വർഹം നീ വജ്ബുർ നീ വർഫ നീ വഹ്ദി നീ വആഫി നീ. എന്നെ എന്നാണ് ഈ നീ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇർഹബൂനി നീ എന്നെ. അപ്പോൾ അവിടെ ഒരു യാ ഉണ്ടായിരുന്നു, യാഇനെ കളഞ്ഞിരിക്കുകയാണ്. യാ ഇല്ലെങ്കിലും എന്നെ എന്ന് തന്നെ അവിടെ ഉദ്ദേശം. ഫർഹബൂനി അതിനാൽ എന്നെ മാത്രം നിങ്ങൾ ഭയപ്പെടുകയും ചെയ്യുവിൻ. വഇയ്യായ ഫർഹബൂൻ. റഹിബ എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ഭയമുണ്ട് അല്ലേ? പാമ്പിനെ നമ്മൾ ഭയപ്പെടുന്നു അല്ലേ? എന്തുകൊണ്ടാ? പാമ്പ് കടിക്കും. അതിൻ്റെ അക്രമം ഭയന്നുകൊണ്ടുള്ള, അക്രമത്തിൽ നിന്നുള്ള ഭയമാണത് അല്ലേ? സാധാരണ ഭയന്നു എന്നെങ്ങനെ പറയാം? ഖാഫ അല്ലേ? ഖൗഫ്, ഖാഫ ഭയന്നു എന്ന വാക്കാണ്. പിന്നെ ഖശിയ എന്നൊരു വാക്കുണ്ട്, ദാലിക ലിമൻ ഖശിയ റബ്ബ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഖശിയ ഭയന്നു എന്ന് തന്നെയാണ്. ഇവിടെ വേറെ തന്നെ ഒരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്, റഹിബ. അപ്പോൾ ഖാഫ നമ്മൾ പഠിച്ചിരുന്നു, ഖൗഫ്, ആമനഹും മിൻ ഖൗഫ് അല്ലേ? അതുപോലെ ഇവിടെ തന്നെ പഠിച്ചില്ലേ നമ്മൾ, എന്ത്? ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അപ്പോൾ ഖാഫ ഭയന്നു, ഖശിയ ഭയന്നു. ഇവിടെ പുതിയ വാക്ക് പഠിക്കുകയാണ് റഹീബ അല്ലേ? റഹീബ എഴുതി വെക്കണം. ഓക്കെ, പരീക്ഷയിൽ ചോദിക്കാനുള്ളതാണ്. പര്യായ പദങ്ങൾ എഴുതുക, അങ്ങനെ ചോദ്യം ഉണ്ടാവില്ലേ? പര്യായ സമാന പദങ്ങൾ, പര്യായ പദങ്ങൾ. അപ്പോൾ അതിൽ വരുന്നതാണത് ഖാഫ, ഖശിയ, റഹീബ. ഓരോ സന്ദർഭത്തിൽ ഓരോ ഉദ്ദേശം ഉണ്ടാവും. എല്ലാ പേടിയും ഒരു പേടിയാണോ? ഒരുപോലെയാണോ? പലതരം പേടിയുണ്ട് അല്ലേ? അപ്പോൾ റഹീബ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ ഒന്നിനെ അതിൻ്റെ ഗാംഭീര്യം ഉൾക്കൊണ്ടുകൊണ്ട് ഭയപ്പെടുക, ഇതാണ്. അള്ളാഹുവിനെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ പാമ്പിനെ പേടിക്കും പോലെയല്ല. അള്ളാഹുവിൻ്റെ ഗാംഭീര്യവും മഹത്വവും ഉൾക്കൊണ്ടുകൊണ്ട് അവനെ പരിപൂർണമായും അംഗീകരിക്കലാണ് അള്ളാഹുവെ ഭയപ്പെടൽ. അതവിടെ എഴുതി വെക്കണം. റഹ്ബത്ത് എന്ന് പറയും, റഹ്ബ. ഒന്നിനെ അതിൻ്റെ ഗാംഭീര്യം ഉൾക്കൊണ്ടുകൊണ്ട് ഭയപ്പെടൽ. റഹ്ബ ഒന്നിനെ അതിൻ്റെ ഗാംഭീര്യം ഉൾക്കൊണ്ടുകൊണ്ട് ഭയപ്പെടൽ, അതാണ് റഹ്ബ. ഒന്നിനെ അതിൻ്റെ ഗാംഭീര്യം ഉൾക്കൊണ്ടുകൊണ്ട് ഭയപ്പെടൽ. പുരോഹിതന്മാരെ ഖുർആൻ വിളിച്ചത് എങ്ങനെയാ? റുഹ്ബാൻ എന്നാണ്. റുഹ്ബാൻ. റുഹ്ബാൻ ഇതിൽ നിന്നുള്ളതാണ്. റുഹ്ബാൻ എന്ന് പറഞ്ഞാൽ ദൈവഭയമുള്ളവൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. റുഹ്ബാൻ. അപ്പോൾ 40-ാമത്തെ ആയത്ത് കഴിഞ്ഞു. യാ ബനി ഇസ്രായീൽ പറയും, അർത്ഥം പറയും. യാ ബനി ഇസ്രായീൽ, ഇസ്രായേൽ സന്തതികളെ, ഉദ്കുറു നിങ്ങൾ സ്മരിക്കുവിൻ, നിഅ്മതി എൻ്റെ അനുഗ്രഹത്തെ, അല്ലതി അൻഅംതു അലൈക്കും ഞാൻ നിങ്ങൾക്കുമേൽ ചൊരിഞ്ഞതായ, ഞാൻ നിങ്ങൾക്കുമേൽ ചൊരിഞ്ഞതായ. വ ഔഫു, ഔഫു നിങ്ങൾ പാലിക്കുവിൻ, നിങ്ങൾ പൂർത്തീകരിക്കുവിൻ, ബി അഹ്ദി എന്നോടുള്ള കരാർ, ഊഫി ഞാൻ പൂർത്തീകരിക്കാം, ബി അഹ്ദിക്കും നിങ്ങളോടുള്ള കരാർ, വ ഇയ്യായ
എന്നെ മാത്രം ഫർഹബൂനി നിങ്ങൾ ഭയപ്പെടുവിൻ. 40 അർത്ഥം എഴുതുക. ഇസ്രായേൽ സന്തതികളെ, ഇസ്രായേൽ എന്നത് ബൈബിളിൻ്റെ ശൈലിയാണ്. ഇസ്രായീൽ എന്നാണ് അറബി. ഇസ്രായേൽ സന്തതികളെ, ഞാൻ നിങ്ങൾക്കുമേൽ ചൊരിഞ്ഞതായ എൻ്റെ അനുഗ്രഹത്തെ നിങ്ങൾ സ്മരിക്കുവിൻ. നിങ്ങൾ എന്നോടുള്ള കരാർ പാലിക്കുവിൻ. ഞാൻ നിങ്ങളോടുള്ള കരാർ പാലിക്കാം. നിങ്ങൾ എന്നെ മാത്രം ഭയപ്പെടുകയും ചെയ്യുവിൻ. ഇനിയും കുറേ കൽപ്പനകൾ വരും. അപ്പോൾ ഈ ആയത്തിൽ എത്ര കൽപ്പന ഉണ്ട്? എത്രയാ? 3 അല്ലേ? 3 കൽപ്പനകളാണ്. ഉൽഖുറു, ഔഫു, ഇർഹബൂൻ അല്ലേ? ഉൽഖുറു, ഔഫു, ഇർഹബൂൻ 3 അപ്പോൾ അതവിടെ എഴുതി വെക്കണം. 3 കൽപ്പനകൾ. പിന്നെ ഓരോ ആയത്തിലെയും കൽപ്പനകൾ നമ്മൾ അവസാനം ടോട്ടൽ ചെയ്യും. അപ്പോൾ ഈ ആയത്തിൽ 3 കൽപ്പനകൾ കിട്ടി. ഇനി അടുത്ത ആയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وآمنوا بما أنزلت مصدقا لما معكم وآمنوا بما أنزلت مصدقا لما معكم ولا تكونوا أول كافر به ولا تكونوا أول كافر به ബിഹി പറയരുത്. ബി കാഫിരിം ബി ചേർത്ത് ഓതുകയാണെങ്കിൽ മാത്രമാണ് യാ ഉച്ചരിക്കേണ്ടുള്ളൂ. ബിഹി എന്ന് നീട്ടേണ്ടത് ചേർത്ത് ഓതുകയാണെങ്കിൽ മാത്രം. നിർത്തുമ്പോൾ സുക്കൂനിലാണല്ലോ. എവിടെയായാലും നിർത്തുമ്പോൾ സുക്കൂനാണ്. ഇവിടുത്തെ സുക്കൂൻ ബി എന്ന സുക്കൂനാണ്. ചേർത്ത് ഓതുകയാണെങ്കിൽ കാഫിരിം ബിഹി വല എന്ന് പറഞ്ഞ് ഓതാം. പിന്നെ ബിമാ അൻസൽതു അതിൽ മദ്ദുണ്ട് അല്ലേ? മുസദ്ദിഖല്ലി, കല്ലി എന്ന് ഓതണം. മുസദ്ദിഖൻ ലി എന്ന് ഓതരുത്. മുസദ്ദിഖല്ലി മഅക്കും. വലാ തകൂനു അവിടെയും മദ്ദുണ്ട്. അവ്വല കാഫിരിൻ ബി. വആമിനു ബിമാ അൻസൽതു മുസദ്ദിഖൻ ലിമാ മഅക്കും വലാ തകൂനു أول كافر به ولا تشتروا بآياتي ثمنا قليلا وإياي فاتقون ولا تشتروا بآياتي ثمنا قليلا وإياي فاتقون. കൃത്യമായിട്ട് നിർത്തേണ്ട സ്ഥലങ്ങൾ മനസ്സിലാക്കി കൊണ്ടുപോകുന്നതാണ് നല്ലത്. എവിടെയെങ്കിലും ചെന്ന് വീണു പോകുന്ന അവസ്ഥ സംഭവിക്കാതിരിക്കണം. അപ്പോൾ അതിനാണ് ഇങ്ങനെ ചിഹ്നങ്ങൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കഴിയുന്നതും ചിഹ്നങ്ങളിൽ നിർത്തുക. ഇനി എവിടെയെങ്കിലും നിന്ന് പോവുകയാണെങ്കിൽ 2 വാക്ക് ചേർത്ത് ഓതുക എന്നുള്ളതാണ്. അപ്പോൾ അടിസ്ഥാനപരമായ 3 കൽപ്പന വന്നു കഴിഞ്ഞു. അനുഗ്രഹം ഓർക്കുക, എന്നോടുള്ള കരാർ പാലിക്കുക, എന്നെ ഭയപ്പെടുക. ഇനി അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് തന്നെയാണ് കടക്കുന്നത്. ആമിനു, ആമന വിശ്വസിച്ചു. മുളാരി യുമിനു, അമ്ര ആമിൻ, ഇങ്ങനെയാണ് എൻ്റെ അമ്ര. ആമിൻ, ആമിൻ കൽപ്പനയാണ്. നീ വിശ്വസിക്കുക. ആമിൻ. ആമനയും യുഗ്മിനും നമ്മൾ ഒരുപാട് പഠിച്ചു പോയതല്ലേ. ആമിൻ, നീ വിശ്വസിക്കുക. അപ്പോൾ ആമിനു, ആമിനു എന്ന് വിളിക്കലുണ്ടല്ലേ ആമിനാന? ആ വിളിയാണോ? അതല്ല,
ആമിനൂനെ വിളിക്കുന്നതല്ല. ആമിനു നിങ്ങൾ വിശ്വസിക്കുവിൻ. ആമനു എന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കുന്നു എന്നാണ് അല്ലേ? ആമനു അവർ വിശ്വസിക്കുന്നു. മീമിന് ഫത്ഹാണെങ്കിൽ ആമിനു നിങ്ങൾ വിശ്വസിക്കുവിൻ എന്നായി. ഒറ്റൊരു ഹർക്കത്തിൻ്റെ വ്യത്യാസമാണ്. ആമിനു നിങ്ങൾ വിശ്വസിക്കുവിൻ, ആമിനു നിങ്ങൾ വിശ്വസിക്കുവിൻ, ബി കൊണ്ട്, മാ ഒന്ന്, ഒന്ന് കൊണ്ട് അഥവാ ഒന്ന് വിശ്വസിക്കുവിൻ, ഒരു കാര്യം വിശ്വസിക്കുവിൻ. ആമനയുടെ കൂടെ എന്താണ് വിശ്വസിക്കേണ്ടത് അതിന് പറയുമ്പോൾ എന്തുണ്ടാവും? ഒരു ബി ഉണ്ടാവും. ഒരു ഉദാഹരണം പറയും. നമ്മൾ പഠിച്ചത് അൽ-ബഖറയുടെ തുടക്കത്തിൽ 3-ാമത്തെ ആയത്ത് അല്ലദീന യുഅ്മിനൂന ബി അല്ലേ? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ് എന്നായിരുന്നു. അപ്പോൾ ആമന ബി എന്നാണ് അതിൻ്റെ പൂർണ്ണ രൂപം. ആമിനു നിങ്ങൾ വിശ്വസിക്കുവിൻ, ബി മാ ഒന്ന് കൊണ്ട് അഥവാ ഒരു കാര്യം. ഏതാ വിശ്വസിക്കേണ്ടത്? അൻസൽതു, അൻസല അവതരിപ്പിച്ചു, ഇറക്കി അല്ലേ? അൻസല, അൻസൽതു ഞാൻ, തു ഞാനാണ്. നേരത്തെ പറഞ്ഞില്ലേ? അൻഅംതു ഞാൻ അനുഗ്രഹിച്ചു, അൻസൽതു ഞാൻ അവതരിപ്പിച്ചു. അപ്പോൾ അത് ഓർമ്മിച്ച് നോക്കണം. അൻസൽതു ഞാൻ അവതരിപ്പിച്ചു എന്നാണ്. അൻസല നേരത്തെ എവിടെയാണ് പഠിച്ചത്? ഇന്ന അൻസൽനാഹു അൽ-ബഖറയിൽ തുടക്കത്തിൽ നമ്മൾ പഠിച്ചില്ലേ? വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക്. പിന്നെ എവിടെ പഠിച്ചത്? അല്ലദീ ജഅല ലക്കുമുൽ അർദ ഫിറാശൻ വസ്സമാഅ ബിനാഅൻ വഅൻസല അല്ലേ? അപ്പം ഇങ്ങനെ പെട്ടെന്ന് നിങ്ങൾ പറയണ ആയത്തുകൾ പഠിച്ചു പോയതല്ലേ? പഠിച്ചു പോയത് ഓർമ്മ വേണം. അപ്പം അങ്ങനെ വരും ഖുർആനായിട്ട് നിരന്തര ബന്ധമുണ്ടാകുമ്പോൾ. അപ്പം അൻസല അവതരിപ്പിച്ചു, ആമിനു നിങ്ങൾ വിശ്വസിക്കുവിൻ, ബിമാ അൻസൽതു ഞാൻ അവതരിപ്പിച്ചതിനെ, ഞാൻ ഇറക്കിയതിനെ. അതേതാ? ബിമാ അൻസൽതു ഖുർആനാണ് ഉദ്ദേശിക്കുന്നത്. ഖുർആനാണ്. പുതുതായിട്ട് നിങ്ങൾ വിശ്വസിക്കുമെന്ന് അവരോട് പറയുമ്പോൾ ഖുർആനാണ്. നേരത്തെ അവരെന്തിലാണ് വിശ്വസിച്ചിരുന്നത്? അവരിലെ ജൂത വിഭാഗം തൗറാത്തിലും ക്രൈസ്തവർ ഇഞ്ചീലിലും വിശ്വസിച്ചു അല്ലേ? ഈ പേരൊക്കെ അവർ സ്വയം സ്വീകരിച്ചാണ്, അള്ളാഹു നൽകിയതല്ല. ജൂതൻ, ക്രിസ്ത്യാനി എന്നൊക്കെ പറയുന്നത് അവർ തന്നെ ഇട്ട പേരുകളാണ്. അള്ളാഹു വിളിച്ചത് ഇസ്രായേൽ സമൂഹം എന്നിവരെ പ്രത്യേകം വിളിച്ചു. മൊത്തത്തിൽ വിളിച്ചത് മുസ്ലിം എന്ന വാക്കാണ്. അപ്പോൾ ഇപ്പോൾ പുതുതായിട്ട് വിശ്വസിക്കാൻ പറയാണ്. ബിമാ അൻസൽതു ഉദ്ദേശിക്കുന്നത് ഖുർആനാണ് അല്ലേ? ബിമാ അൻസൽതു ഞാൻ ഇപ്പോൾ അവതരിപ്പിച്ചത് വിശ്വസിക്കാനാണ് പറയുന്നത്. അതെന്താണ്? അതൊരു പുത്തൻ വാദമാണോ? അല്ല, പുതുതായിട്ടുണ്ടായതൊന്നുമല്ല. അത് മുസദ്ദിഖാണ്. മുസദ്ദിഖ് സത്യപ്പെടുത്തുന്നത്. മുസദ്ദിഖ് മുസദ്ദിഖ് സത്യപ്പെടുത്തുന്നത്. മുസദ്ദിഖ് സിദ്ഖ് സത്യം, സാദിഖ് സത്യം പറയുന്നവൻ അല്ലേ? മുസദ്ദിഖ് എന്ന് പറഞ്ഞാൽ സത്യപ്പെടുത്തുന്നവനാണ്. സത്യം പറയലും സത്യപ്പെടുത്തലും വ്യത്യാസമുണ്ട്. അപ്പോൾ സത്യപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞാൽ നേരത്തെ വന്നതിനെ സാക്ഷ്യപ്പെടുത്തുന്ന, അതിലെ കാര്യങ്ങൾ തന്നെ ഒന്നുകൂടി ഉറപ്പിച്ചു പറയുന്ന ഗ്രന്ഥമാണ് വന്നിരിക്കുന്നത്. മുസദ്ദിഖൻ സത്യപ്പെടുത്തുന്നത്. ലിമാ ഒന്നിനെ, ലിമാ ഒന്നിനെ, മഅക്കും മഅ കൂടെ, മഅ കൂടെ, മഅക്കും നിങ്ങളുടെ കൂടെ ഉള്ളതിനെ അല്ലേ? ഇന്ന മഅൽ ഉസ്രി യുസ്ര അവിടെയാണ് നമ്മൾ ആദ്യം മഅ പഠിച്ചത്. ലിമാ മഅക്കും നിങ്ങളോടൊപ്പം ഉള്ളതിനെ, നിങ്ങളോടൊപ്പമുള്ളത്. അപ്പോൾ അവിടെ മനസ്സിലാക്കണം ആമിനു ബിമാ അൻസൽതു അല്ലേ? ബിമാ അൻസൽതു ഞാൻ അവതരിപ്പിച്ചത്. ഇതെന്താ? ബിമാ അൻസൽതു ഖുർആനാണ്. ബിമാ അൻസൽതു ഞാൻ അവതരിപ്പിച്ചത്.
ലിമാ മഅക്കും നിങ്ങളോടൊപ്പം ഉള്ളത് ഏതാ? അതാണ് പൂർവ്വവേദങ്ങളാണ്. അന്ന് നിലവിലുണ്ടായിരുന്നത് തൗറയും ഇഞ്ചീലുമാണ്. നിലവിലുണ്ടായിരുന്നത് തൗറയും ഇഞ്ചീലും. അതാണ് ലിമാ മഅക്കും, വേദക്കാരോടാണ് സംസാരിക്കുന്നത്. അപ്പോൾ അവരുടെ കൂടെയുള്ളത് ഒന്ന് തൗറ, രണ്ട് ഇഞ്ചീൽ. നേരത്തെ അവതരിപ്പിച്ചതെന്നത് കൊണ്ടാണ് മുസദ്ദിഖൻ ലിമാ മഅക്കും, നിങ്ങളോടൊപ്പം ഉള്ളത് എന്ന് പറഞ്ഞല്ലോ. അള്ളാഹുവിനെയാണ് പറയുന്നത്, നിങ്ങളോടൊപ്പം ഉള്ളതിനെ സത്യപ്പെടുത്തുന്നതായിക്കൊണ്ട് ഞാൻ അവതരിപ്പിച്ചത്. അപ്പം അങ്ങനെ ഖുർആനിനെ പ്രത്യേകമായിട്ട് പറയാൻ വേണ്ടിയാണ് ആ ശൈലി സ്വീകരിച്ചത്. അപ്പോൾ നിങ്ങളോടൊപ്പം ഉള്ളതിനെ അള്ളാഹു ശരിവെക്കുന്നു അല്ലേ? അതുകൊണ്ടാണ് ലിമാ മഅക്കും എന്ന് അള്ളാഹു എടുത്തു പറഞ്ഞത്. അപ്പോൾ അത് ദൈവികമാണ് എന്ന കാര്യം സംശയമില്ല. പിന്നീട് അവർ മാറ്റത്തിരുത്തലുകൾ വരുത്തിയിട്ടുണ്ടെങ്കിലും. അപ്പോൾ ബിമാ അൻസൽതു ഖുർആൻ ലിമാ മഅക്കും തൗറാത്തും ഇഞ്ചീലും. അപ്പോൾ മുസദ്ദിഖൻ ലിമാ മഅക്കും, ഇത് ഖുർആനിൻ്റെ ഒരു വിശേഷണമാണ്. മുസദ്ദിഖൻ ലിമാ മഅക്കും, നിങ്ങളോടൊപ്പം ഉള്ളതിനെ സത്യപ്പെടുത്തുന്നതാണ് ഖുർആൻ. ഖുർആൻ പുതുതായിട്ട് എന്തോ വിളിച്ചു പറയുകയല്ല, മറിച്ച് മുസദ്ദിഖാണ്, നിങ്ങളോടൊപ്പമുള്ള വേദത്തിലുള്ളതിനെ സത്യപ്പെടുത്തുകയാണ് ഖുർആൻ ചെയ്യുന്നത്. മുസദ്ദിഖൻ ലിമാ മഅക്കും ഉണ്ടായിരുന്നില്ല. കാരണം ഖുർആനിൽ തന്നെ ഇഞ്ചീലിൽ സംഭവിച്ച കൃത്രിമങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്, ഖുർആനിൽ പറയുന്നുണ്ട്. ഇപ്പോൾ ഖുർആനിൽ പറയണമെങ്കിൽ അന്ന് തന്നെ കൃത്രിമം സംഭവിച്ചിട്ടുണ്ടല്ലോ അല്ലേ? അന്ന് തന്നെ അവർ കൈകടത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പിന്നെ ഖുർആനിൽ അതിനെക്കുറിച്ച് പരാമർശം വന്നത്. ഖുർആൻ പറയുന്നുണ്ട്, യുഹർരിഫൂനൽ കലിമ അൻ മവാദിഇ, അവർ വേദവാക്യങ്ങളെ അതിൻ്റെ സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി വ്യാഖ്യാനിച്ചു. ഹർറഫ യുഹർരിഫു എന്ന് പറഞ്ഞാൽ മാറ്റിമറിച്ച് കളഞ്ഞു എന്ന് പറയുന്നുണ്ട്. വാക്കുകളെ അസ്ഥാനത്ത് പ്രയോഗിച്ചു, ഉള്ള വാക്കിനെ തെറ്റായിട്ട് വ്യാഖ്യാനിച്ചു എന്ന് പറയുന്നു. അതുപോലെ അവർ പിന്നെന്താ ചെയ്തത്? വൈലുൽ ലില്ലദീന യക്തുബൂനൽ കിതാബ ബിഐദീഹിം, സ്വന്തം കൈകൾ കൊണ്ട് അവർ വേദം എഴുതി ഉണ്ടാക്കി. എന്നിട്ട് ഇത് യഖൂലൂന ഹാദാ മിൻ ഇൻദില്ലാഹ്, ഇത് അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്നവർ പറഞ്ഞു. സ്വന്തം കൈ കൊണ്ട് എഴുതി ഉണ്ടാക്കിയിട്ട് അത് ദൈവികമാണ് എന്നവർ പ്രചരിപ്പിച്ചു. എന്ന് വരുമ്പോൾ വേദത്തിൽ ഒരു കൃത്രിമം കാണിച്ചു എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ അന്ന് തന്നെ സംഭവിച്ചിട്ടുണ്ട് കൃത്രിമങ്ങൾ. അപ്പോൾ മുസദ്ദിഖൻ ലിമാ മഅക്കും, നിങ്ങളോടൊപ്പം ഉള്ളതിനെ സത്യപ്പെടുന്നത് എന്ന് പറയുമ്പോൾ ബൈബിളിലും തൗറാത്തിലും ഉള്ളത് തന്നെയാണോ ഖുർആനിലുള്ളത്? ആണോ? അല്ല. പിന്നെയോ? അടിസ്ഥാന പ്രമേയം ഒന്നാണ്. അതാ ഉദ്ദേശിക്കുന്നത്. തൗറയുടെയും ഇഞ്ചീലിൻ്റെയും അടിസ്ഥാന പ്രമേയം എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിൽ സംശയമില്ലല്ലോ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതേ ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്നെയാണ് ഖുർആനിലും വ്യാഖ്യാനിക്കുന്നത്, വിശദീകരിക്കുന്നത്. അതാ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ അതേ കോപ്പി തന്നെയാണ് ഇത് എന്നല്ല, അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പം അത് തന്നെ മതിയായിരുന്നു. അതേസമയം അതിൻ്റെ അടിസ്ഥാനങ്ങളെ ഇത് അംഗീകരിക്കുന്നു. തൗഹീദ്, റിസാല, ആഖിറ അല്ലേ? ഏകദൈവത്വം, പ്രവാചകത്വം, പരലോകം, ഇതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഖുർആൻ അവതരിച്ചിരിക്കുന്നത്. പക്ഷേ പിന്നെ എന്താ വ്യത്യാസം? ഇത് ലേറ്റസ്റ്റ് എഡിഷനാണ് അല്ലേ? കാരണം കാലം മാറിയിരിക്കുന്നു. തൗറാത്തും ഇഞ്ചീലും നിശ്ചിത കാലത്തേക്ക് അവതരിച്ചാണ്, ഇപ്പോൾ അത് എക്സ്പയറായി, അതിൻ്റെ കാലാവധി കഴിഞ്ഞു. അപ്പം അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് അന്ത്യനാൾ വരെയുള്ള മനുഷ്യർക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങളാണ് ഇതിലുള്ളത്. എന്നാൽ പ്രമേയം, മുഖ്യ പ്രമേയം ഒന്ന് തന്നെയാണ്, അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാകുന്നു. ഇതാ ഉദ്ദേശിക്കുന്നത്. മുസദ്ദിഖൻ ലിമാ മഅക്കും വആമിനു ബിമാ അൻസൽതു മുസദ്ദിഖൻ ലിമാ മഅക്കും, നിങ്ങളോടൊപ്പം ഉള്ളതിനെ സത്യപ്പെടുത്തുന്നതായി ഞാൻ അവതരിപ്പിച്ചതിനെ നിങ്ങൾ വിശ്വസിക്കുവിൻ, അഥവാ ഖുർആനിനെ അംഗീകരിക്കുവിൻ എന്ന് വേദക്കാരോട് പറയണം. ഇനി അടുത്തത്, വലാ തകൂനു അവ്വല കാഫിരിൻ ബി, വല അരുത്, കാന ആയി, യകൂനു ആകുന്നു, യകൂനു ആകും, തക്കൂനു, തക്കൂനു നീ അല്ലേ? തക്കൂനു നീയാണ്. കാന ആയി, യക്കൂനു ആകും, തക്കൂനു നീ ആകും, തക്കൂനു
നിങ്ങൾ ആകും. ലാ തകൂനു നിങ്ങൾ ആകരുത് എന്നാണ്. അപ്പം ഇത് അമ്രിൻ്റെ എതിരാണ്. അമ്ര എന്തായിരുന്നു? കൽപ്പനയാണെങ്കിൽ ലാ ചേരുമ്പോൾ അത് നിരോധമായിട്ട് മാറും. ലാ തകൂനു നിങ്ങൾ ആകരുത് എന്നാണ്. നിങ്ങൾ ആകരുത്. ലാ തകൂനു നിങ്ങൾ ആകരുത്. അപ്പോൾ ഈ ലാ ചേരുന്ന രൂപത്തിന് അറബിയിൽ പറയുക നഹി എന്നാണ്. നഹി ഇത് നിരോധക്രിയയാണ്. ഒരു കാര്യം ചെയ്യരുതെന്ന് പറയാൻ വേണ്ടിയിട്ട് നഹി എന്ന് പറയും. നിരോധക്രിയ അരുത് എന്ന് പറയാൻ വേണ്ടിയാണ്. അങ്ങനെ പറയാൻ ലാ പറയും. ലാ തകൂനു നിങ്ങൾ ആകരുത്. ഖല്ല ലാ തുത്യഹു പഠിച്ചല്ലേ? ലാ തുത്യ നീ അനുസരിക്കരുത് ഹു അവനെ. അപ്പോൾ അതുപോലെയാണ്. ഇപ്പോൾ നിരോധക്രിയയുടെ കൂടെ എപ്പോഴും ഒരു ലാ ഉണ്ടാവും, അരുത് എന്ന് പറയാൻ വേണ്ടിയിട്ട്. അപ്പം ഇതുവരെ നമ്മൾ പഠിച്ചൊക്കെ അമ്രായിരുന്നു, ഇത് നഹിയാണ് അല്ലേ? നഹി. വലാ തകൂനു നിങ്ങൾ ആകരുത്. അവൽ ആദ്യ, കാഫിർ നിഷേധി, ബിഹി അതിൻ്റെ, ഏതിൻ്റെ? ഖുർആനിൻ്റെ ആദ്യ നിഷേധിയായിട്ട് നിങ്ങൾ മാറരുത്. വലാ തകൂനു നിങ്ങളാകരുത്. അവൽ ഒന്നാമത്തെ, ആദ്യത്തെ, കാഫിരിൻ നിഷേധി, ബിഹി അതിനെ എന്ന് പറഞ്ഞാൽ ഖുർആനിൻ്റെ ആദ്യ നിഷേധിയായിട്ട് നിങ്ങൾ മാറരുത്. രണ്ടാമത്തെ നിഷേധിയാകാമോ? ആദ്യത്തെ ആകുന്നില്ല. എന്താ അങ്ങനെ പറഞ്ഞത്? ഒരിക്കലും ആകരുത്. പിന്നെ വല്ല ഉദ്ദേശമുണ്ടോ അതിൽ? വേറെന്താ ഉദ്ദേശം? അപ്പൊ ഇവര് വേദക്കാരാണല്ലോ അല്ലേ? വേദക്കാരാണ്. അപ്പോൾ ഖുർആൻ അവതരിച്ചപ്പോൾ ഈ വേദക്കാർ തന്നെ ആദ്യം അങ്ങ് നിഷേധിച്ചു. ഇപ്പം എന്താ സംഭവിക്കാം? അപ്പം ബാക്കിയുള്ള ആൾക്കാർ നിഷേധിക്കും. കാരണം വേദക്കാർ എന്ന് പറഞ്ഞാൽ നിലവിലുള്ള മതത്തിൻ്റെ ആളുകളായി വരും. ജൂത ക്രൈസ്തവ വിഭാഗമാണ് അന്ന് മദീനയിൽ ഇസ്ലാമിൻ്റെ വക്താക്കൾ, അല്ല ഇസ്ലാമിൻ്റെ അല്ലെങ്കിൽ മതത്തിൻ്റെ വക്താക്കൾ അവരാണ്. അപ്പം അതുകൊണ്ട് പുരോഹിതന്മാർ ആദ്യം തന്നെ നിഷേധിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള അനുയായികളും അതുപോലത്തെ അതേ നിലപാട് സ്വീകരിക്കും അല്ലേ? അവർക്ക് സമൂഹത്തിൽ സ്വാധീനമുണ്ടല്ലോ. അപ്പോൾ മതത്തിൻ്റെ വക്താക്കൾ എന്ന നിലക്ക് ആദ്യമായിട്ട് നിങ്ങൾ നിഷേധിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവർക്ക് അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം അതുകൊണ്ട് ആദ്യ നിഷേധികളായിട്ട് നിങ്ങൾ രംഗത്ത് വരരുത്. നേതാക്കൾ പ്രസ്താവന നൽകുമ്പോൾ അതനുസരിച്ചായിരിക്കും അനുയായികളുടെ നിലപാട് വരിക പലപ്പോഴും. അതുകൊണ്ട് നിങ്ങളായിട്ട് ഇതിനെ ആദ്യം നിഷേധിച്ച് കളയരുത് എന്ന് അല്ലാഹു തആല അവരോട് പറയാണ്. അപ്പം അത് ജനങ്ങളെ സ്വാധീനിക്കും. അപ്പം അങ്ങനെ ജനങ്ങൾ ഈ ഖുർആനിൽ നിന്ന് അകന്നു പോയാലോ അതിൻ്റെ ഉത്തരവാദികൾ നിങ്ങൾ കൂടിയായിരിക്കും അല്ലേ? വലാ തകൂനു അവ്വല കാഫിരിൻ ബി, അതിനാൽ നിങ്ങൾ ആദ്യ നിഷേധികളായിട്ട് മാറരുത് എന്ന് അല്ലാഹു തആല പറയാണ്. വലാ തകൂനു അവ്വല കാഫിരിൻ ബി, ഇതിൻ്റെ ആദ്യ നിഷേധികളായി നിങ്ങൾ മാറരുത്. അപ്പോൾ മുളയിലെ നുള്ളിക്കളയാനുള്ള ശ്രമം നടത്തരുത്. തുടക്കത്തിൽ തന്നെ ഇതിനെതിരിൽ നിങ്ങൾ രംഗത്ത് വരരുത്. ഇത് അവരോടുള്ള അപേക്ഷയൊന്നുമല്ല. അങ്ങനെയാണല്ലോ, നിങ്ങൾ ബുദ്ധിമുട്ടിക്കരുത്, എങ്ങനെയെങ്കിലും ഞങ്ങൾ ഖുർആനെ ഒന്ന് വിജയിപ്പിച്ചെടുത്തോട്ടെ എന്ന നിലക്കൊന്നും പറയുകയാണെന്ന് കരുതേണ്ടതില്ല. മറിച്ച് നിങ്ങൾ ആദ്യമായിട്ട് ഇതിനെതിരിൽ രംഗത്ത് വന്നാൽ നിങ്ങൾക്ക് തന്നെയാണ് അതിൻ്റെ നഷ്ടം എന്ന് ഓർമ്മപ്പെടുത്താണ്. വലാ തകൂനു അവ്വല കാഫിരിൻ ബി വലാ തശ്തറൂ ബി ആയാതി സമനൻ ഖലീല. അടുത്തൊന്നും ലാ കൊണ്ടാണ് തുടങ്ങുന്നത്. അപ്പം എന്തായിരിക്കും? നഹി ആയിരിക്കും അല്ലേ? നഹി, അമ്രല്ല നഹിയാണ്. ഇഷ്തറ
ഇങ്ങനെ വരുമ്പോൾ താ ഉയർത്തി എഴുതണം. മുളാരി യഷ് തരി, ഇഷ്തറ യഷ്തരി, ഇഷ്തറ വിൽപ്പന നടത്തി, വിൽപ്പന നടത്തി ഇഷ്തറ. പിന്നെ ഇടപാട് നടത്തിയെന്ന് മൊത്തത്തിലും പറയും. ഇടപാട് നടത്തുക എന്ന് പറയുമ്പോൾ അതിൽ വാങ്ങലും ഉണ്ടാവും വിൽക്കലും ഉണ്ടാവും അല്ലേ. വിൽപ്പന നടത്തി, ഇടപാട് നടത്തി. ഇടപാട് നടത്തി എന്നുള്ള ശൈലിയിൽ പിന്നീട് പലയിടത്തും വരുന്നുണ്ട്. ഇവിടെ കുറച്ചുകൂടി വ്യക്തമാണ്, ഇവിടെ വിൽപ്പന തന്നെയാണ് നടക്കുന്നത്. ഇഷ്തറ യഷ്തരി, അപ്പോൾ രണ്ടും എഴുതി വെക്കാം. വിൽപ്പന നടത്തി, ഇടപാട് നടത്തി. ഇഷ്തര യഷ്തരി അല്ലേ. ഇതെന്താവും? ഇത് താ ആകുമ്പോൾ എന്താവും? തഷ്തരി ആകുമ്പോൾ നീ ആവും അല്ലേ. തഷ്തരി നീ ആവും. താ ഇതിൽ തന്നെയാണ് മാറ്റം വരുന്നത്. തഷ്തരി നീ. പിന്നെ അവസാനം യാ പോയിട്ട് വാവും അലിഫും വരികയാണ് അല്ലേ. തഷ്തറു, അപ്പോൾ വാവും അലിഫും വരുമ്പോൾ ലമ്മാവും. തഷ്തറു നിങ്ങൾ, നിങ്ങൾ വിൽപ്പന നടത്തുന്നു, നിങ്ങൾ വിൽപ്പന നടത്തുന്നു. തഷ്തറു നിങ്ങൾ വിൽപ്പന നടത്തുന്നു എന്നാണ്. ലാ വരുമ്പോഴോ നടത്തരുത് എന്നായി. അപ്പോൾ ഇത് നഹിയായിട്ട് മാറി. നഹി, നഹി. ലാ തഷ്തറു നിങ്ങൾ വിൽപ്പന നടത്തരുത്. വലാ തഷ്തറു നിങ്ങൾ വിൽപ്പന നടത്തരുത്. വേദക്കാരോട് പറയുകയാണ്. ബി ആയാത്തി, ആയത്ത് സൂക്തം അല്ലേ. ഇവിടെ സൂക്തമാണ്. ആയത്ത് ജമ്മ് ആയാത്ത്, ജമ്മ് ആയാത്ത് സൂക്തങ്ങൾ. ആയാത്തീ എൻ്റെ സൂക്തങ്ങൾ. അഹ്ദീ എന്ന് പറഞ്ഞ പോലെ ആയാത്തീ എൻ്റെ സൂക്തങ്ങളെ നിങ്ങൾ വിൽപ്പന നടത്തരുത്. സമൻ വില, സമൻ വില. ഖലീൽ തുച്ഛം, ഖലീൽ തുച്ഛം കുറച്ച്. സമൻ വില, പ്രൈസ്. ലാ തഷ്തറു നഹി, ലാ തഷ്തറു നിങ്ങൾ വിൽപ്പന നടത്തരുത്. ബി ആയാത്തി എൻ്റെ സൂക്തങ്ങളെ. സമനൻ വിലക്ക്, എത്ര വിലക്ക്? ഖലീല തുച്ഛമായ വിലക്ക് വിൽപ്പന നടത്തരുത്. അപ്പോൾ വിൽക്കുകയാണെങ്കിൽ എങ്ങനെ വിൽക്കണം? നല്ല വിലക്ക് വിൽക്കണം, മാർക്കറ്റ് വിലയിനേക്കാളും കൂടുതൽ കിട്ടണം അല്ലേ. വലാ തഷ്തറു ബി ആയാത്തി നിങ്ങൾ എൻ്റെ സൂക്തങ്ങളെ വിൽപ്പന നടത്തരുത്. സമനം ഖലീല തുച്ഛമായ വിലക്ക് വിൽപ്പന നടത്തരുത്. അപ്പോൾ ഖുർആൻ വിൽക്കാൻ പറ്റുമോ? ഖുർആൻ വിൽക്കാൻ പാടുണ്ടോ ഇല്ല? ഖുർആന് ഇപ്പോൾ ഫഹദ് രാജാവിൻ്റെ പ്രിൻറ്റിങ് കോംപ്ലക്സിൽ ധാരാളം ഫ്രീ കോപ്പി പ്രിൻ്റ് ചെയ്തിട്ട് ലോകം മുഴുവൻ എത്തിക്കുന്നുണ്ട് ഖുർആൻ അല്ലേ. ഹജ്ജിനൊക്കെ പോയാൽ ഫ്രീ ആയിട്ട് കിട്ടും. പക്ഷെ നമ്മൾ ബുക്ക് സ്റ്റാളിൽ നിന്ന് ഖുർആൻ കാശ് കൊടുത്ത് വാങ്ങിക്കുകയാണ്. അപ്പോൾ ഖുർആൻ വെക്കാം, വെക്കാം. അപ്പോൾ അവർ കാശ് കൊടുത്താണ് വാങ്ങിക്കുന്നത് അല്ലേ. പേപ്പർ ഫ്രീ കിട്ടില്ല, പ്രിൻറ്റിങ്ങും ഫ്രീ ആയിട്ട് നടക്കൂല, പുസ്തകം ഫ്രീ കിട്ടൂല. അപ്പോൾ അതിന് കാശ് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. അതല്ല പറയുന്നത് അല്ലേ, അതല്ല. പിന്നെന്താ ഉദ്ദേശിക്കുന്നത്? ആശയങ്ങളെ വിൽക്കരുതെന്ന. ശരിയായ ഉദ്ദേശം എന്തായിരിക്കും? ആശയങ്ങളെ ഭൗതിക താല്പര്യത്തിന് വേണ്ടി ദുരുപയോഗപ്പെടുത്തരുത് അല്ലേ, അല്ല ഉദ്ദേശം? ഭൗതിക താല്പര്യത്തിന് വേണ്ടിയിട്ട് ദുരുപയോഗപ്പെടുത്തരുത് എന്നുള്ളതാണ്. അതാണ് ഉദ്ദേശിക്കുന്നത്. വലാ തഷ്തറൂ ബി ആയാത്തി സമനം ഖലീല, തുച്ഛമായ വിലക്ക് വിൽപ്പന നടത്തരുത്. അപ്പോഴൊരു റേറ്റ് പറയുന്നുണ്ട്, തുച്ഛമായ വില. അതേതാ വില?
തുച്ഛമായ വില. സമനും ഖലീൽ, ഏതാ ഏറ്റവും കുറഞ്ഞ റേറ്റ്? നഷ്ടത്തിന് വിൽക്കലാം. അപ്പോൾ അതൊരു പ്രത്യേക പ്രയോഗമാണ്. സമനും ഖലീൽ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഏറ്റവും വിലയുള്ളതായി കരുതുന്നതിനെ കുറിച്ചാണ് അള്ളാഹു സമനും ഖലീൽ എന്ന് പറഞ്ഞത്. ഈ ലോകവും ഇതിലെ സകല വിഭവങ്ങളും അള്ളാഹു സുബ്ഹാനഹു തആല തൂക്കി കണക്കാക്കി എല്ലാറ്റിനും കൃത്യമായി റേറ്റിട്ട് എന്നിട്ട് അവസാനം ടോട്ടൽ ചെയ്ത് നോക്കുമ്പോൾ കിട്ടിയതാണ് ഏത്? സമനും ഖലീൽ. അതാണ് വല്ലാത്തൊരു പ്രയോഗമാണത്. സമനും ഖലീൽ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെ മൊത്തം വിലയാണ് സമനും ഖലീൽ, തുച്ഛം വില. മനസ്സിലായില്ലേ? അത് വല്ലാത്തൊരു പ്രയോഗമാണ്, വളരെ ചിന്തിപ്പിക്കേണ്ട ഒരു പ്രയോഗമാണ്. വലാ തശ്തറൂ ബി ആയാതി സമനം ഖലീല എന്ന് പറഞ്ഞാൽ ഭൗതിക താല്പര്യത്തിന് വേണ്ടിയിട്ട് എൻ്റെ വചനങ്ങളെ ദുരുപയോഗപ്പെടുത്തരുത് എന്നാണ് അല്ലാഹു തആല ഇവിടെ ഉണർത്തുന്നത്. അപ്പോൾ വളരെ ശക്തമായ, വളരെ ഗൗരവതരമായൊരു പ്രയോഗമാണത്. അപ്പോൾ ഈ ലോകത്തിൻ്റെ മൊത്തം വിലയാണ് സമനും ഖലീൽ. അതവിടെ എഴുതി വെക്കണം. അങ്ങനെ സമനും ഖലീൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത്? ഈ ലോകത്തിനും ഇതിലെ സകല വിഭവങ്ങൾക്കും അള്ളാഹു നിശ്ചയിച്ച വില, അതാണ് സമനും ഖലീൽ. വലാ തശ്തറൂ ബി ആയാതി സമനം ഖലീല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വ്യാഖ്യാനിക്കുന്നുണ്ട് അല്ലേ? ഈ ദുനിയാവിന് ഒരു കൊതുകിൻ്റെ ചിറകിൻ്റെ വില പോലുമില്ല. ഒരു കൊതുകിൻ്റെ ചിറകിൻ്റെ വില ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു ഇറക്ക് വെള്ളം പോലും അള്ളാഹുവെ നിഷേധിക്കുന്നവന് നൽകുമായിരുന്നില്ല എന്നാണ് പറഞ്ഞത്. ഒരിറക്ക് വെള്ളം ഈ ദുനിയാവിന് ഒരു കൊതുകിൻ്റെ ചിറകിൻ്റെ വിലയെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ അള്ളാഹുവെ നിഷേധിക്കുന്നവന് അവൻ ഒരു ഇറക്ക് വെള്ളം പോലും നൽകുമായിരുന്നില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ദുനിയാവിന് വിലയില്ല. അതുകൊണ്ടാണ് നിഷേധികൾക്കും വാരിക്കോരി കൊടുത്തിരിക്കുന്നത്. അള്ളാഹുവെ നിഷേധിക്കുന്നവർക്ക് ചിലപ്പോൾ വിശ്വസിക്കുന്നവരെക്കാൾ കൂടുതൽ വിഭവങ്ങൾ കിട്ടിയിട്ടുണ്ട്. എന്താ അതിൻ്റെ കാരണം? ദുനിയാവിന് വിലയില്ലാത്തതുകൊണ്ടാണ്. അള്ളാഹു വില കൽപ്പിച്ചിരുന്നുവെങ്കിൽ ഒരിക്കലും ഒരു നിഷേധിക്ക് ഒരിറക്ക് വെള്ളം പോലും പഠിച്ചും കൊടുക്കുമായിരുന്നില്ല. ഇങ്ങനെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ വ്യാഖ്യാനിച്ചത്. വഇയ്യായ, വീണ്ടും പറയാണ്, എന്നെ മാത്രം ഫത്തഖൂൻ, ഇത്തഖ നമ്മൾ പഠിച്ചതല്ലേ അല്ലേ? ഫീഹി ഹുദല്ലിൽ മുത്തഖീൻ എന്ന് പഠിച്ചിരുന്നു. ഇത്തഖ സൂക്ഷിച്ചു, യത്തഖി ഇത്തഖ സൂക്ഷിച്ചു. ഇതിലും ഭയമുണ്ട്, ഭക്തിയോടുകൂടിയ ഭയമാണ് ഇത്തഖ എന്ന് പറയുമ്പോൾ. ഇത്തഖ യത്തഖി സൂക്ഷിച്ചു, സൂക്ഷ്മത പാലിച്ചു. ഇത്തഖി അമ്ര, ഇത്തഖിയാണ് അമ്ര. നീ തഖ്വയുള്ളവനാവുക, നീ സൂക്ഷ്മത കൈക്കൊള്ളുക. ഇത്തഖി വാവും അലിഫും ചേരുമ്പോൾ നിങ്ങൾ, ഇത്തഖൂ നിങ്ങൾ. ഇത്തഖൂനി എന്നെ, ഇതൊക്കെ നേരത്തെ വന്നാണ്. ഫർഹബൂനി വന്നില്ലേ? അതേപോലെ തന്നെയാണ് ഫത്തഖൂനി, നിങ്ങൾ എന്നെ സൂക്ഷിക്കുവിൻ, എൻ്റെ നിയമങ്ങൾ പാലിക്കുവിൻ എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈയായ, നിങ്ങൾ എന്നെ മാത്രം ഫത്തഖൂൻ സൂക്ഷിക്കുവിൻ.
ഇത് അമ്രൻ അല്ലേ, അമ്രൻ. അപ്പോൾ ഈ ആയത്തിൽ എത്ര അമ്രുണ്ട്? ആമിനു നിങ്ങൾ വിശ്വസിക്കുവിൻ, ബിമാ അൻസൽതു ഞാൻ അവതരിപ്പിച്ചത്, മുസദ്ദിഖൻ ലിമാ മഅക്കും നിങ്ങളോടൊപ്പം ഉള്ളതിനെ സത്യപ്പെടുത്തുന്നതായ നിലയിൽ, വലാ തകൂനു നിങ്ങൾ ആകരുത്, അവ്വല കാഫിരിൻ ബി ഇതിൻ്റെ ആദ്യ നിഷേധികൾ, വലാ തശ്തറു നിങ്ങൾ വിൽപ്പന നടത്തരുത്, ബി ആയാത്തി എൻ്റെ സൂക്തങ്ങൾ, സമനം ഖലീല തുച്ഛമായ വിലക്ക്, വ ഇയായ ഫത്തഖൂൻ നിങ്ങൾ എന്നെ മാത്രം സൂക്ഷിക്കുവിൻ. ആമിനു പിന്നേതാ അമ്ര? ഇത്തക്കു അല്ലേ, ആമിനു ഇത്തക്കു, ഇങ്ങനെ രണ്ട് അമ്രുണ്ട്. നഹിയോ ലാ തക്കൂനു ലാ തശ്തറു, രണ്ട് നഹിയുണ്ട് അല്ലേ. ഇപ്പോൾ 41 അർത്ഥവും കൂടി എഴുതിയിട്ട് അവസാനിപ്പിക്കാം. നിങ്ങളോടൊപ്പം ഉള്ളതിനെ സത്യപ്പെടുത്തുന്നതായി ഞാൻ അവതരിപ്പിച്ചതിൽ, ബ്രാക്കറ്റിൽ ഖുർആൻ, നിങ്ങൾ വിശ്വസിക്കുവിൻ, നിങ്ങൾ അതിൻ്റെ ആദ്യ നിഷേധികൾ ആകരുത്, എൻ്റെ സൂക്തങ്ങൾ നിങ്ങൾ തുച്ഛമായ വിലക്ക് വിൽക്കരുത്, നിങ്ങൾ എന്നെ മാത്രം സൂക്ഷിക്കുവിൻ. അപ്പോൾ 41 2 കൽപ്പന, 2 നിരോധം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാലഘട്ടത്തിലെ അവൻ്റെ വേദവാഹകരായ നമ്മെ വേദത്തോട് നീതി പുലർത്തിക്കൊണ്ട് ജീവിതം നയിക്കുവാൻ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله على محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم.